ബൈബിൾ ഭാവന യൂദാസിന്റെ അന്ത്യചിന്തകൾ. ഇരുട്ട് കനത്തു, ഒലിവുമരങ്ങൾ കാറ്റിൽ മന്ത്രിക്കുന്നു. ദൂരെ നഗരത്തിൽ നിന്നും നേർത്ത വെളിച്ചം മാത്രം. ഞാൻ യൂദാസ് ഇവിടെ ഈ തണുത്ത രാത്രിയിൽ തനിച്ചിരിക്കുന്നു. എന്റെ മനസ്സ് കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പൽ പോലെ ആടുകയാണ്. അവന്റെ കണ്ണുകൾ അതിപ്പോഴും എന്നെ വേട്ടയാടുന്നു. ആഴമുള്ള സ്നേഹം നിറഞ്ഞ ആ കണ്ണുകൾ. ഞാൻ അവനെ ഒറ്റിക്കൊടുക്കുമ്പോൾ പോലും അവൻ എന്നോട് ക്ഷമിച്ചു. അതായിരുന്നു ഏറ്റവും വലിയ വേദന. 30 വെള്ളിക്കാശ്. എന്റെ കയ്യിലത് വെറും ഭാരമായി തോന്നുന്നു. ഇതിന് ആത്മാവിനെ വിൽക്കാൻ കഴിയും? ഇല്ല, ഒരാത്മാവിനും വിലയിടുവാൻ കഴിയുകയില്ല. ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, അതോ വിധിയായിരുന്നു? അവൻ രാജാവാകാൻ വന്നതല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവന്റെ രാജ്യം ഈ ലോകത്തായിരുന്നില്ല. പക്ഷേ എനിക്ക് അവനെ ഒരു ഭൗമിക രാജാവാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി. അവന്റെ ശക്തി ലോകം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരുപക്ഷെ എന്റെ പ്രവൃത്തി അവനെ അവന്റെ യഥാർത്ഥ ശക്തി പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എത്ര അന്ധനായിരുന്നു ഞാൻ! അവന്റെ സ്നേഹം, അവന്റെ വിശ്വസ്തത, അവന്റെ ലാളിത്വം, അതെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അവന്റെ വാക്കുകൾ എന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. കൂട്ടുകാരാ, നീ എന്തിനാണ് വന്നത്? ആ വിളിയിൽ ഒരു കുറ്റപ്പെടുത്തലും ഉണ്ടായിരുന്നില്ല. പകരം നിസ്സഹായതയും വേദനയും മാത്രം. ഇപ്പോൾ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയില്ല. ഈ വെള്ളിക്കാശുമായി ഞാൻ എന്തു ചെയ്യും? എന്റെ ഹൃദയം ഭാരത്താൽ നിറഞ്ഞിരിക്കുന്നു. ഈ ലോകത്ത് എനിക്കിനി സമാധാനമില്ല. ഒറ്റിക്കൊടുക്കലിന്റെ വേദന, കുറ്റബോധം, പശ്ചാത്താപം, ഇതെല്ലാം എന്നെ ചുറ്റി വലിയുന്നു. മരണമാണോ ഇതിനൊരു മോചനം? ഒരു പക്ഷേ ആഴമുള്ള ഒരു കുഴിയിൽ ഈ ഭാരം ഇറക്കി വെച്ചാൽ എനിക്ക് ശാന്തമാകാൻ കഴിയുമായിരിക്കാം. പ്രഭാതം അടുക്കുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇരുട്ട് എന്നെ വിഴുങ്ങിയിട്ടുണ്ടാവും. അവന്റെ മുഖം, ആ പുഞ്ചിരി, അവന്റെ പഠിപ്പിക്കലുകൾ, അതെല്ലാം എന്റെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നു. എനിക്ക് മാപ്പ് ലഭിക്കുമോ? ഈ പാപത്തിന് മോചനമുണ്ടോ? ഈ ചോദ്യങ്ങൾ എന്നെ നിരന്തരം വേട്ടയാടുന്നു. ഒറ്റപ്പെട്ട യൂദാസ് ഒരു മരച്ചുവട്ടിൽ അവസാനമായി നിന്നു. അവന്റെ മനസ്സ് കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നടിഞ്ഞ ഒരു കപ്പൽ പോലെയായി. അവസാന ശ്വാസം പുറത്തുവിടുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരേയൊരു പ്രാർത്ഥന മാത്രം: കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. പ്രിയ സ്നേഹിതരെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്കറിയാം, പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനു ശേഷം അവന്റെ തെറ്റു മനസ്സിലാക്കി അവൻ യേശുവിങ്കിലേക്ക് മടങ്ങി വന്നു. യൂദാസ് അനുതപിച്ചുവെങ്കിലും ഒരു മടങ്ങിവരവിന് തയ്യാറായിരുന്നില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ആ ദൈവസ്നേഹത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.